വായിക്കുമോളെ. The state emergency article 356. The president to issue a proclamation imposing president rule on the receipt of a report from the governor or suo motu. If he is satisfied that the situation has been arisen in which the government of the state cannot be carried on in accordance with the provisions of the constitution. കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ. Yes. Article 356, Article 356. The president to issue the proclamation imposing the president rule on receipt of the report of the governor or suo motu. എന്താ പറഞ്ഞേക്കുന്നത്? ഗവർണറുടെ റിപ്പോർട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ പ്രസിഡന്റ് സ്വമേധയായോ എന്ത് ചെയ്യാം? പ്രസിഡന്റ് റൂള് സംസ്ഥാനത്ത് നടത്താം. അതിനെയാണ് നമ്മൾ ഒരു തരത്തിൽ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. 356. മനസ്സിലായോ? മനസ്സിലായി സാർ. If he satisfied that, എന്താ കണ്ടീഷൻ? If he satisfied that, അയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ, എന്ത് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ? If he satisfied that, എന്താ പറയുന്നേ? A situation has been arisen in which, ഒരു സാഹചര്യം നിലവിലുണ്ട്, ആ സാഹചര്യം ഇങ്ങനെയാണ്. എങ്ങനെയാണ്? The government of the state cannot carry on in accordance with the provisions of the constitution. ഗവൺമെന്റിന് ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. Such a situation is carried as failure of the constitutional machinery. ആ സിറ്റുവേഷനെ എന്തോ പറയും? ഫെയിലിയർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മിഷണറി എന്ന് പറയും. ഭരണഘടനാ സംവിധാനം തകരാറിലായിപ്പോയി എന്ന് പറയും. ഒന്ന് വായിച്ചേ. State Emergency Article 356. Article 356 empowers the President to issue a proclamation imposing President's rule on receipt of a report from the Governor or suo motu if he is satisfied that a situation has arisen in which the government of the state cannot be carried on in accordance with the provision of the Constitution. Such a situation is called as a failure of constitutional machinery. Yes. സാർ ഒരു 15 മിനിറ്റ് കഴിയുമ്പോ എത്തുമെന്ന് പറഞ്ഞ എന്താണ് ഹോസ്റ്റലിൽ എത്തിയിട്ടില്ലാണ്. അതാണ്. It would be useful to recall what Dr. Ambedkar said that the Constitution Assembly. അതിനെ ഇറ്റ് വുഡ് യൂസ്ഫുൾ ടു റീകോൾ, ഇത് മനസ്സിലാക്കണമെങ്കിൽ ഡോക്ടർ അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ പറഞ്ഞ കാര്യം ചിന്തിച്ചാൽ മതി, അല്ലെങ്കിൽ ഓർത്തെടുത്താൽ മതി. എന്താ ഓർത്തെടുക്കേണ്ടത്? That the proper thing we ought to accept is what such article will never be called into operation and that they would be remain to that letter. എന്താണ് പറഞ്ഞേക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഫെയിലിയർ ആയാൽ, ഇത്തരം പ്രൊവിഷൻസ് ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ എന്താവും? ഭരണഘടന ഒരു ഡെത്ത് ലെറ്റർ ആയിപ്പോയി, മരിച്ച വാചകങ്ങളായി മാറും. That the proper thing we ought to expect that such article never called operation that they would remain in that letter. If at all അങ്ങനെ സംഭവിച്ചാൽ they are brought into operation, അവയെ ഫലപ്രദമായി കൊണ്ടുവരേണ്ടതുണ്ട്. ഐ ഹോപ്പ്, ഞാൻ പ്രതീക്ഷിക്കുന്നു, the president who is endowed that with all these powers. അപ്പോൾ പ്രസിഡന്റിന് ഇത്തരം അധികാരങ്ങളെല്ലാം കൊടുക്കണം എന്ന് മഹാനായ ഡോക്ടർ അംബേദ്കർ കരുതുന്നു. Powers will take proper precautions before actually suspending the administration of provisions. അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊവിഷൻ, സംസ്ഥാനത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊവിഷൻ,  എല്ലാം സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിന് കൊടുക്കുന്നു. 3. That the president, who is endowed that with all these powers, അപ്പോൾ പ്രസിഡന്റിന് ഇത്തരം അധികാരങ്ങളെല്ലാം കൊടുക്കണം എന്ന് മഹാനായ ഡോക്ടർ അംബേദ്കർ കരുതുന്നു. Powers will take proper precautions before actually suspending the administration of provisions. അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊവിഷൻ, സംസ്ഥാനത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊവിഷൻ എല്ലാം സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിന് കൊടുക്കുന്നു.
will take a proper precaution, usually suspending the administrative provisions. പ്രൊവിഷൻസ് എന്നല്ല, അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോവിൻസ്. പ്രോവിൻസ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനം കേട്ടോ. ഐ ഹോപ്പ്, ഞാൻ പ്രതീക്ഷിക്കുന്നു, ദ ഫസ്റ്റ് തിങ് വി വിൽ ഡു വുഡ് ബി ഇഷ്യൂ മിയർ വാർണിംഗ് ടു ദ പ്രൊവിഷൻസ് ഹി എറേഡ്. എവിടെയാണോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അവിടെ ആദ്യം എന്ത് പറയണം? അവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഫെയിലിയർ ആണെന്ന് റിപ്പോർട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിനും ഗവർണർക്കും കത്തയക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ടെലഫോണിൽ വിളിച്ചു വയ്ക്കും. എന്താണ് അവിടെ പ്രശ്നം? കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഫെയിലിയർ ആണെന്ന് പറയുന്നല്ലോ, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കും. മനസ്സിലായോ? ദാറ്റ് തിങ് വേർ നോട്ട് ഹാപ്പനിങ് ഇൻ വേ. ആ പ്രശ്നങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ പാടില്ല. ഏതെങ്കിലും കാരണവശാൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ മിഷണറി പരാജയപ്പെട്ടു പോയാൽ അത് വീണ്ടും ചെയ്യാൻ പാടില്ല, ആവർത്തിക്കാൻ പാടില്ല. അടുത്തത്, ഇൻ വിച്ച് ദേ വെയർ എൻറ്റേർഡ് അപ്പ് ടു ഹാപ്പൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇൻ വിച്ച്, അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ എവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിബേറ്റ് വോളിയം 9 പേജ് നമ്പർ 177 പറഞ്ഞത്. മനസ്സിലായോ? മനസ്സിലായി സാർ. യെസ്. മോളെ പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. It would be useful to recall what Dr. Ambedkar said in the Constitution Assembly, that the proper thing we ought to accept is that such article will never be called into operation, and that they would remain a dead letter. If at all they are brought into operation, I hope the President, who is endowed with all these powers, will take proper precaution before actually suspending the administration of the province. I hope the first thing he will do would to be issue a mere warning to a administration of the province that had arrayed that things were not happened in the way in which they were intended to happen in the Constitution. The Constitution Assembly Debates, Volume 9, page number 177. Yes, Dr. Ambedkar's hope that Dr. Ambedkar ഇങ്ങനെ പ്രതീക്ഷിച്ചു. The rarest of rare cases only there will be an occasion to invoke the emergency provisions. വളരെ അപൂർവങ്ങളിലായ സംഭവമാണ് എമർജൻസി പ്രൊവിഷൻ ഇൻവോക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. അല്ലാതെ എപ്പോഴും കയറി 356 അങ്ങ് പ്രയോഗിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി സാർ. Was soon believed to be the provisions of Article 356 of the Constitution have had invoked over 100 times. പക്ഷേ ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രേരിതമായി 100 കണക്കിന് സംഭവങ്ങളിൽ 356 ഉപയോഗിച്ചിട്ടുണ്ട്. What was therefore expected to be death letter has been fact to become of invoked provisions. അപ്പോൾ ഡെത്ത് ലെറ്റർ ആകാൻ നിലനിൽക്കാൻ വേണം. ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? 356 ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ രമേശ്വർ പ്രസാദ് ഫിറ്റ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2000, രാമേശ്വർ പ്രസാദ് എന്ന് പറയുന്ന കേസിൽ 2016 AR SCW 494 കോടതി ഇങ്ങനെ പറഞ്ഞു. എന്ത് പറഞ്ഞു? The power under Article 356(1) 356(1) പ്രകാരമുള്ള അധികാരം എന്ന് പറയുന്നത് ഈസ് ആൻ എമർജൻസി പവർ. അത് അടിയന്തരാവസ്ഥയുടെ അധികാരമാണ്, എമർജൻസി പവർ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ അബ്സല്യൂട്ട് പവർ. എമർജൻസി പവർ ഉണ്ടെന്ന് കരുതി ഒരു ജനാധിപത്യ രാജ്യത്ത് എപ്പോഴും പ്രസിഡന്റ് അങ്ങ് ഭരിക്കുകയല്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ അബ്സല്യൂട്ട് പവർ. എമർജൻസി മീൻസ് ദ സിറ്റുവേഷൻ വിച്ച് ഈസ് നോട്ട് നോർമൽ. എമർജൻസി എന്ന് പറയുന്നത് എന്താണ്?
സിറ്റുവേഷൻ എന്തല്ല, നോർമൽ അല്ലാത്ത സിറ്റുവേഷനെ കുറിച്ചാണ് എന്ത് പറയുന്നത്, എമർജൻസിയെ കുറിച്ച് പറയുന്നത്. നോട്ട് നോർമൽ. എ സിറ്റുവേഷൻ വിച്ച് കോൾസ് ഫോർ അർജൻസ് റെമഡിയൽ ആക്ഷൻ. ആഭ്യന്തര വകുപ്പ് പരാജയപ്പെടുന്നു, കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി പരാജയപ്പെടുന്നു, അതുകൊണ്ട് പ്രസിഡന്റിന്റെ ഒരു ഇടപെടൽ അടിയന്തരമായി ആവശ്യമുള്ളതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എമർജൻസി പ്രൊവിഷൻ എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് അബ്സല്യൂട്ട് പവർ. അതെന്തല്ല, അബ്സല്യൂട്ട് പവർ അല്ല. എമർജൻസി മീൻസ് എ സിറ്റുവേഷൻ വിച്ച് ഈസ് നോട്ട് നോർമൽ. In exceptional circumstances to discharge obligation which is not normal, situation which calls for urgent action, Article 356 confers the power to exercise the president exceptional circumstances discharge obligation cast upon him to Article 355. Article 355 പറയുന്നത് പോലെ പ്രസിഡന്റിന് എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസ്, വളരെ എക്സെപ്ഷണലായ സർക്കംസ്റ്റാൻസസ് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എമർജൻസി പ്രൊവിഷൻ ആർട്ടിക്കിൾ 356 എടുത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. 355 കൺകറൻസോട് കൂടിയാണ് 356 എടുത്ത് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി സാർ. ഇറ്റ് ഈസ് എ മെഷർ ടു പ്രൊട്ടക്ട് ആൻഡ് പ്രിസർവ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതെന്തിനു വേണ്ടിയാണ്? ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആർട്ടിക്കിൾ 356 ചേർത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നാട്ടുകാരും പോലീസുകാരും ഒക്കെ ഇറങ്ങി തെരുവിലങ്ങി യുദ്ധം ചെയ്താൽ, സംസ്ഥാന ഗവൺമെൻറ് അധികാരം നഷ്ടപ്പെട്ടു പോയാൽ ചില സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യും? ഇന്ത്യൻ യൂണിയൻ തിരിച്ചു ചെയ്യും, അല്ലേ? ഭരണഘടനയെ സംരക്ഷിക്കാൻ പറ്റില്ല, തിരിയും. എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 356 converts the power to exercise by the president in exceptional circumstances to discharge obligation cast upon him by Article 355. It is a measure to protect and preserve the constitution. ഇതെന്താണ്? ഇറ്റ് ഈസ് എ മെഷർ. ഇതൊരു മെഷറാണ്, മെഷർമെൻ്റാണ്, അളവുകോലാണ്. എന്തിനു വേണ്ടി? ടു പ്രിസർവ്, നിലനിർത്താൻ, ആൻഡ് ടു പ്രൊട്ടക്റ്റ്, സംരക്ഷിക്കാൻ. ടു പ്രിസർവ് ആൻഡ് പ്രൊട്ടക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഭരണഘടനയെ സംരക്ഷിക്കാനും വേണ്ടിയാണ് എന്തുപയോഗിക്കുന്നത്? ആർട്ടിക്കിൾ 356 ഉപയോഗിക്കുന്നത്. ദ പവർ അണ്ടർ ആർട്ടിക്കിൾ 356 ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ. ആർട്ടിക്കിൾ 356 ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ, ഭരണഘടനാപരമായ അധികാരം. പിന്നെന്താ പറഞ്ഞേ? ദ പവർ അണ്ടർ ആർട്ടിക്കിൾ 356 is a constitutional power. The condition begins formation of satisfaction of the president is contemplated by Article 356(1). Article 356(1) പ്രകാരം ഉള്ള എല്ലാ മെഷേഴ്സുകളും ആര് പാലിക്കണം? പ്രസിഡന്റ് പാലിക്കണം. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് ഈസ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്താൽ പ്രസിഡന്റ് സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറഞ്ഞാൽ, പ്രസിഡന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്. മനസ്സിലായോ? ആസ് പ്രൊവൈഡഡ് ഇൻ ദി ആർട്ടിക്കിൾ 74 clause 1, the president acts on aid advice of the council of ministers. എന്താണ് 74 പറയുന്നത്? പ്രസിഡന്റ് പ്രവർത്തിക്കുന്നത് ആരുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ തീരുമാനപ്രകാരമാണ്. മനസ്സിലായോ? മനസ്സിലായി സാർ. ശരി, വായിച്ചാൽ കേൾക്കട്ടെ. Dr. Ambedkar's hope that in rarest of rarest case only there will be an occasion to invoke the emergency provision was soon believed, and the provision of Article 356 of the Constitution have had to be invoked over provision invoked hundreds times. What was therefore accepted to be a dead letter has in the fact become an oft invoked provision. In Rameshwar Prasad versus Union of India, A. 2006, Supreme Court 980, the court held that the power under Article 356 subclause 1 is an emergency power,
but it is not an absolute power. Emergency means a situation which is not normal, a situation which calls for urgent remedial action. Article 356 confers a power to be exercised by the President in exceptional circumstances to discharge the obligation cast upon him by Article 355. It is a measure to protect and preserve the Constitution. The power under Article 356 is conditional, the condition being form of satisfaction of the satisfaction of the President is satisfaction of the Council of Ministers, as provided in Article 74, Subclause 1. The President act on the aid and advice of the Council of Ministers. മനസ്സിലായോ? മനസ്സിലായി സാർ. Yes, the court said that സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞു. എന്ത് പറഞ്ഞു? The satisfaction of the president is justifiable. Satisfaction of the പ്രസിഡന്റ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നത് ജസ്റ്റിഫയബിൾ ആണ്. പ്രൊക്ലമേഷൻ അണ്ടർ ആർട്ടിക്കിൾ 356 ഈസ് ഓപ്പൺ ടു ദ ജുഡീഷ്യൽ റിവ്യൂ. ഇതാണ് 356 പ്രകാരം പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്താൽ കയ്യും കെട്ടിയിരിക്കേണ്ടതില്ല, കോടതിയിൽ പോകാം. എവിടെ? ജുഡീഷ്യൽ റിവ്യൂവിന് കൊടുക്കാം. മനസ്സിലായോ? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ കോടതിയിൽ പോകാമെന്നാണ് അർത്ഥം. പൊടി കിട്ടിയോ? മനസ്സിലായി സാർ. ഓക്കെ. Judicial review, Article 356 is open to judicial review, but to a very limited extent. എന്നാൽ വളരെ ലിമിറ്റഡ് ആയി. only when the power is exercised to malafide. അങ്ങനെയുള്ള അധികാരം എന്തിനുപയോഗിക്കും? മാലാഫൈഡായി ഉപയോഗിക്കാനും സാധ്യതയുണ്ട്. or is based on the wholly extraneous or irrelevant grounds can a power ഓഫ് ജുഡീഷ്യൽ റിവ്യൂ എക്സസൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് 356 പ്രകാരം ഒരു സംസ്ഥാന ഗവൺമെൻറ് എമർജൻസി പ്രഖ്യാപിച്ചാൽ അതെന്ത് ചെയ്യും? ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കും. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ കോടതി പോകുക എന്നാണ് അർത്ഥം. അതായത് ശരിയായ ഗ്രൗണ്ടുകളൊന്നുമില്ലാതെ കേന്ദ്രഭരണവും പിന്നെ പ്രസിഡന്റും ചേർന്ന് ഒരു സംസ്ഥാന ഗവൺമെൻറ് പിരിച്ചുവിട്ടാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ന്യായീകരിക്കാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി സാർ. മോളൊന്ന് വായിച്ചേക്കട്ടെ. The court said that the satisfaction of the president is justiciable. The proclamation under Article 356 is open to the judicial review, but to a very limited extent. Only when the power is exercised malafide or is based on wholly extraneous or irrelevant grounds can the power of judicial review be exercised. Yes, അടുത്ത എന്താ പറഞ്ഞേക്കുന്നേ? ആർട്ടിക്കിൾ 360 360 provides the president has power to proclaim financial emergency. 350 എന്ന് പറയുന്നത് ഏതാണ്? ഫൈനാൻഷ്യൽ എമർജൻസിയാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ. സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കിക്കേ. Article 360 provides the president has power to proclaim financial emergency if he is satisfied that the situation has arisen whereby a financial stability or a credit of India or any part of the territory thereof is threatened. എന്താ പറഞ്ഞേക്കുന്നത്? ആർട്ടിക്കിൾ 360 എന്ന് പറയുന്നത് പ്രൊവൈഡ്സ് എ പ്രസിഡന്റ് ഹാസ് പവർ ടു പ്രൊക്ലെയിം ഫിനാൻഷ്യൽ എമർജൻസി. ഫൈനാൻഷ്യൽ എമർജൻസി കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ആർട്ടിക്കിൾ 360 ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ്? ഈ ഹി സാറ്റിസ്ഫൈഡ് ദാറ്റ്, ആര് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ? പ്രസിഡന്റ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, ആൻഡ് എക്കണോമിക് കണ്ടീഷൻ. ഇപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും വളരെ മോശമാണ്, രാഷ്ട്രീയ സ്ഥിതിയും വളരെ മോശമാണ് എന്ന് പ്രസിഡന്റ് തോന്നിയാൽ എന്ത് ചെയ്യും? വെയർ ബൈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ക്രെഡിറ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയും ഇന്ത്യയുടെ പൈസയൊക്കെ വളരെ കുറവാണെങ്കിൽ എന്ത് ചെയ്യാം? എനി പാർട്ട് ഓഫ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ത്രട്ടൻഡ്, ഇന്ത്യയിൽ മൊത്തമായോ
ഇന്ത്യയിൽ ഏതെങ്കിലും പ്രദേശത്ത് ഭാഗികമായോ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രഷറിയിൽ നിന്ന് ഫണ്ട് പിൻവലിക്കാൻ ബുദ്ധിമുട്ടാണ്. സർക്കാരിൻ്റെ ശമ്പളം കിട്ടത്തില്ല, പകുതിയെ കാണും. ശമ്പളവും പെൻഷനും ഒക്കെ വെട്ടി കുറയ്ക്കും. ഇതിനെയാണ് നമ്മളെന്താ പറയുന്നത്? ഫൈനാൻഷ്യൽ എമർജൻസി എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി സാർ. ഈ ഗവൺമെന്റ് ഓഫീസേഴ്സിന്റെ ശമ്പളം കുറയ്ക്കണതാണ്. ആ, ഗവൺമെൻറ് ഓഫീസേഴ്സിൻ്റെയും പ്രസിഡന്റിൻ്റെയും ഒക്കെ ശമ്പളം കുറയും ഫിനാൻഷ്യൽ എമർജൻസി തന്നാൽ. ശരി. ഓക്കെ, 5 വായിച്ചേ. ഇല്ലേ ലൈനിൽ? 5 പോയി. അധികം കൂടെ വായിച്ചേ. sir. Financial emergency. Article 360 provides the President has the power to proclaim financial emergency if he is satisfied that a situation has arisen whereby the financial stability or credit of India or any part of the territory thereof is threatened. മനസ്സിലായോ? ഇന്ത്യയിൽ മനസ്സിലായി സാർ. മൊത്തമായോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഭാഗികമായോ ഇന്ത്യയുടെ സാമ്പത്തിക ശേഷി വളരെ മോശമാണെന്ന് ബോധ്യപ്പെട്ടാൽ പ്രസിഡന്റിന് എന്ത് പ്രഖ്യാപിക്കാം? ഫൈനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിക്കാം. അങ്ങനെ ഫൈനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിക്കപ്പെടുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യും? ഇന്ത്യയിലെ പ്രസിഡന്റ് അടക്കമുള്ള എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ശമ്പളം വെട്ടിക്കുറയ്ക്കും. പകുതിയാവാം, പിന്നെ 1/4 4/3 മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി സാർ. ആ, അടുത്തത് അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയെ അമെൻഡ് ചെയ്യാം. അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ ഏതാ? 368. 368 പ്രകാരമാണ് ഭരണഘടന എന്ത് ചെയ്യുന്നത്? ഭേദഗതി ചെയ്യുന്നത്, അമെൻഡ് ചെയ്യുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അമെൻഡിങ് പവർ ഓഫ് ദ പാർലമെൻറ്റ് 368 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷൻ ബീയിങ് എ ഡൈനാമിക് ഇൻസ്ട്രുമെൻറ്റ്. ഭരണഘടന ഒരു ഡൈനാമിക് ഇൻസ്ട്രുമെൻ്റാണ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചലിച്ചു കൊണ്ടിരിക്കുന്നത്, ജീവനുള്ളത് എന്നൊക്കെയാണ് ഡൈനാമിക് ഇൻസ്ട്രുമെൻറ്റ്. Governments must adapt itself with changing social, political and economical conditions. ഇന്ത്യയിലെ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ അവസ്ഥകൾ അനുസരിച്ച് രാജ്യം മാറേണ്ടതുണ്ട്. അതുകൊണ്ട് ഭരണഘടനയും മാറേണ്ടതുണ്ട്. മനസ്സിലായോ? അക്കോർഡിംഗ് ടു ഡോക്ടർ ബി ആർ അംബേദ്കർ. എപ്പോഴും ഇതിനകത്ത് ഡോക്ടർ ബി ആർ അംബേദ്കറെ കൂട്ടി എന്താണെന്നറിയാമോ? ഇദ്ദേഹമാണ് പാർലമെന്റിൽ ഭരണഘടനയെ അവതരിപ്പിക്കുന്നത്. ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ആ, പലരും കൊണ്ടുവന്ന നിർദ്ദേശങ്ങളൊക്കെ ആണെങ്കിൽ ഇത് ക്രോഡീകരിക്കുകയും പാർലമെന്റ് ഇത് വായിച്ച് കേൾപ്പിച്ചിട്ട് ഇത് എല്ലാവർക്കും വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്ത ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇൻ ഇന്ത്യ the federation will not be suffered from false and rigid legalism. 1950 ഒരു ഭരണഘടന എഴുതി വെച്ചു എന്ന് കരുതി 2022 1950 സാഹചര്യം അനുസരിച്ച് നമ്മൾ ജീവിക്കണം എന്ന് പറയുന്നത് ശരിയല്ല. ആണോ? അല്ല. അപ്പോൾ മാറുന്ന സാഹചര്യം അനുസരിച്ച് ഭരണഘടനയും മാറേണ്ടതുണ്ട്. പിന്നെന്താ പറഞ്ഞേക്കുന്നത് അവിടെ? In Indian Federation will not be suffer him the force of rigid of legalism. Its distinguishing features is that it is a flexible federation. അപ്പോൾ ഇന്ത്യയിലെ ഫെഡറേഷൻ ഫ്ലെക്സിബിൾ ആണ്. എന്താ ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ? ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ഈ ഫെഡറേഷൻ? സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും തമ്മിൽ അധികാരം പങ്കുവെക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫെഡറേഷൻ എന്ന് പറയുന്നത്. കൂടി കിട്ടിയോ? അടുത്തത്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ
prescribe for three categories of provisions providing of amendments. മൂന്ന് തരത്തിലുള്ള അമെൻമെൻറ്റുകളാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത്. അഞ്ജുഷയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹലോ അഞ്ജുഷ ലൈനിലുണ്ടോ? ആ സാർ. യെസ്, മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ പറഞ്ഞത് മനസ്സിലായി. ഞാൻ വരുന്നതിന് മുമ്പ് പറഞ്ഞ അറിയില്ല. അത് മോള് കേട്ടില്ലല്ലോ. ശരി, ആയിക്കോ. According to Constitution begins to the dynamic instrument, governance must be adapt itself with the changing social and financial and economic conditions. According to Dr. B.R. Ambedkar, Indian federalism will not suffer from the faults of rigidity of legalism. ഇന്ത്യൻ ഭരണഘടന റിജിഡിറ്റിയാണ്, അത് ഇന്ത്യൻ ഭരണഘടനയാണ്, അതുകൊണ്ട് അത് തന്നെ അനുസരിക്കണം. മാറി വരുന്ന സാഹചര്യങ്ങൾ അനുസരിക്കാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. മാറി വരുന്ന സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ മാറ്റം ഇന്ത്യൻ ഭരണഘടനയിലും ഉണ്ടാകണം. അങ്ങനെ ഇന്ത്യൻ ഭരണഘടന മൂന്ന് തലത്തിൽ എന്ത് ചെയ്യാം? ഭേദഗതി ചെയ്യാം, അമെൻഡ് ചെയ്യാം. The amending contemplated as Articles 4, 169, 239A that can be affected by simple majority. ആർട്ടിക്കിൾ 4, 169, 129A വകുപ്പുകൾ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിളുകൾ സിമ്പിൾ മജോറിറ്റിയോടുകൂടി ഭേദഗതി ചെയ്യാം. Those amendments that can be affected by special majority as provided in Article 368. ആർട്ടിക്കിൾ 368 പറയുന്നത് പോലെ സ്പെഷ്യൽ മജോറിറ്റിയോടുകൂടിയും ചില വകുപ്പുകൾ ഭേദഗതി ചെയ്യാം. Those amendments that in addition to the special majority as described above also require ratification by the resolution passed by not less than one half of the state legislature. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ പകുതി സംസ്ഥാനങ്ങളും കൂടി അംഗീകരിച്ചാൽ മാത്രമേ ചില ഭേദഗതികൾ കൊണ്ടുവരാൻ പറ്റൂ. ഏത് ഭേദഗതികളാകട്ടെ, അത് ഫണ്ടമെൻ്റൽ റൈറ്റ് എടുത്തു കളയണം. അതുപോലെ നമ്മുടെ മനുഷ്യൻ്റെ മൗലിക അവകാശങ്ങളുടെ പുറത്ത് അട്ടിവെക്കാൻ എന്ത് വേണം? പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം കൂടി വേണം. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ത്യയിലെ കേന്ദ്രത്തിൻ്റെ ഭരണം ആർക്ക് കിട്ടുന്നു? BJPക്ക് കിട്ടുന്നു എന്ന് കരുതുക. അപ്പോൾ കിട്ടിയല്ലോ. ഇന്ത്യയിലെ 79 സംസ്ഥാനങ്ങളിൽ പകുതി സംസ്ഥാനം എത്ര? 29ൻ്റെ പകുതി എത്ര? 15 കൂട്ടിക്കോ. 30 എണ്ണത്തിൻ്റെ ഭരണം കിട്ടുമെങ്കിൽ ആ 30 എണ്ണത്തിൻ്റെ ഭരണവും കൂടി കിട്ടിയാൽ ഇന്ത്യൻ ഭരണഘടന മൊത്തത്തിൽ മാറ്റിമറിക്കാൻ ആരെ കൊണ്ട് പറ്റും? BJP കൊണ്ട് പറ്റും. BJP സർക്കാരിന് പറ്റും. മൗലിക അവകാശങ്ങളില്ല, സർക്കാർ പറയുന്നത് കേട്ട് ജീവിച്ചോ എന്ന് പറഞ്ഞാൽ മൗലിക അവകാശങ്ങളില്ല. സുപ്രീം കോടതി ജഡ്ജിമാരാണെതിരെ വിധി പറയാതിരുന്നാൽ മതി. ശരി, സർക്കാർ പറഞ്ഞാണ് ശരി എന്ന് പറഞ്ഞാൽ തീർന്നു അല്ലേ? നമ്മുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ ആരാ? സുപ്രീം കോടതിയാ. സുപ്രീം കോടതി പറയുന്നു, എന്ത് പറയുന്നു? സർക്കാർ ഭേദഗതി കൊണ്ടുവന്നു, മൗലികാവകാശങ്ങളില്ല. അത് ശരിയാണ്, സർക്കാർ പറഞ്ഞു കേട്ട് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? അതാണ് അവസ്ഥ. അപ്പോ 5 ദിവസം കൊണ്ടൊന്ന് വായിച്ചേ. അമെൻമെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. Amendment of the Constitution. Constitution being a dynamic instrument of governance must adapt itself with the changing social, political and economic conditions. According to Dr. Ambedkar, the Indian Federation will not suffer from the faults of rigidity of legalism. Its distinguishing feature is that it is a flexible federation. A. The amendments contemplated in Article 4, 169, 239A that can be affected by a simple majority. B. Those amendments that can be affected by a special majority as provided in Article 368. C. Those amendments that in addition to the special majority as described above also require ratification by resolution
passed by not less than one half of the state legislatures. This amendment seeks change in the provision referred in the proviso to Article 368 subclause 2. മനസ്സിലായോ? Sir. പവർ മനസ്സിലായി ഓഫ് സാർ. അമെൻമെന്റ്, ഭേദഗതിയുടെ പവർ എന്താണ്? ദ പാർലമെന്റ്സ് പവർ ടു അമെൻഡ്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ ആൻ ഇഷ്യൂ വോഗ്ഡ് ബൈ കോൺട്രവേഴ്സ്. അപ്പോൾ നോക്കൂ, ഇന്ത്യയുടെ ഭരണഘടന ഭേദഗതി ചെയ്യുന്ന അധികാരം വളരെയേറെ കോൺട്രവേഴ്സറികൾ, തർക്കങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. The constant bone of contention has been the question as to what the provisions of the constitution that can be amended by procedure as laid down by Article 368 പറഞ്ഞേക്കുന്നത് പോലെ മാത്രമേ അമെൻഡ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ആര് പറയുന്നത്? ഭരണഘടനയിലെ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ച പാർലമെന്റിലെ ഡിബേറ്റുകളിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി സാർ. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ പാർലമെന്റിലൊക്കെ പോകുന്ന എം പിമാർക്ക് ഭരണഘടന അവർ കൈകൊണ്ട് പോലും തൊട്ട് കാണില്ല. എല്ലാവരുടെയും കാര്യമല്ല, പലരും അല്ലേ? ശരിയാ സാർ. അവിടെ പോയി ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ സംസാരിക്കാനുള്ള പരിജ്ഞാനം പോലും ഇല്ലാത്തവരാ ഇവിടുന്ന് ആരായിട്ട് പോന്നേ? എം പിമാരായിട്ട് ഡൽഹിയിൽ പോകുന്നത്. അവർക്ക് എന്തോന്ന് ഭേദഗതി, അവർക്ക് എന്തോന്ന് ഭരണഘടന. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി സാർ. മനസ്സിലായി. The constitution does not confer an absolute power of amendment of parliament and limitation of parliament power of amendment of this basic features of constitution. എങ്കിലും ഇവിടെ പറയുന്നു the constitution does not confer absolute power for amendment. ഭരണഘടന മൊത്തത്തിൽ അങ്ങ് മാറ്റി വേറെ വെക്കാൻ 368 അങ്ങ് പറയുന്നില്ല. പിന്നെന്താ പറയുന്നേ? ഓൺ പാർലമെന്റ് ആൻഡ് ദ ലിമിറ്റേഷൻ ഓഫ് പാർലമെന്റ് പവർ ടു അമെൻഡ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യയിലെ ബേസിക് സ്ട്രക്ചർ ഏതൊക്കെയാ? ബേസിക് സ്ട്രക്ചർ സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, ജസ്റ്റിസ്, ലിബർട്ടി, ഫ്രട്ടേണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഒക്കെ ഇന്ത്യയുടെ ബേസിക് സ്ട്രക്ചറാണ് അല്ലേ? അതെ സാർ. ഈ ബേസിക് സ്ട്രക്ചർ ഒന്നും ഭേദഗതി ചെയ്യാൻ ആരനുവദിച്ചിട്ടില്ല? പാർലമെന്റിനെ അനുവദിച്ചിട്ടില്ല. മനസ്സിലായോ? The parliament cannot enlarge the limited power in the absolute power. അതുകൊണ്ട് പാർലമെന്റിന് എന്തേ ഉള്ളൂ? ലിമിറ്റഡ് പവറേ ഉള്ളൂ, അബ്സല്യൂട്ട് പവർ ഇല്ല. അപ്പോൾ നിങ്ങൾ മുമ്പേ ചോദിച്ചേക്കാം, പാർലമെന്റിൽ വരുന്ന BJP ഗവൺമെന്റിന് അതുകൊണ്ട് അബ്സല്യൂട്ട് പവർ ഇല്ലാത്തത് കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. ഈ അബ്സല്യൂട്ട് പവർ എന്താണ്, ലിമിറ്റഡ് പവർ എന്താണെന്നൊക്കെ തീരുമാനിക്കുന്ന പാർലമെന്റ് സുപ്രീം കോടതി അല്ലേ? നമ്മളാണോ? ആണോ? അല്ല. അല്ല. നമുക്കിത് പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്ന വായിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം, നിങ്ങൾ ഇതുപോലെ പഠിച്ച് പരീക്ഷ എഴുതാന്നല്ലാതെ ഇതൊക്കെ നടപ്പിൽ വരുത്താൻ പറ്റുന്ന ആൾക്കാർ പാർലമെന്റും സുപ്രീം കോടതിയും അല്ല, നമ്മളല്ല. മനസ്സിലായോ? അടുത്ത് the procedural limitation on the power of amendment is laid down in Article 368. അപ്പോൾ എങ്ങനെയാണ് അമെൻമെന്റ് നടത്തേണ്ടതെന്നും അതിൻ്റെ പ്രൊസീജിയർ, നടപടിക്രമം എങ്ങനെയായിരിക്കണമെന്നും എവിടെയാണ് പറയുന്നത്? 368 പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി സാർ. അടുത്ത the legislative power cannot be encroached on judicial power. ജുഡീഷ്യൽ പവറിനകത്തോട്ട് ലെജിസ്ലേറ്റീവ് പവർ കയറി വരണ്ട. ജുഡീഷ്യൽ റിവ്യൂ ബീയിങ് ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പാർലമെന്റ് കൊണ്ടുവരുന്ന നിയമം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ചോദ്യം ചെയ്യാമെന്നത് ഇന്ത്യയിലെ ഒരു ബേസിക് എന്താണ്? ബേസിക് കണ്ടീഷന്റെ ഭാഗമാണ് അല്ലേ? അതെ സാർ. അതിനകത്ത് കയറി എന്ത് ചെയ്യാൻ പാടില്ല?
ഇടപെടാനും പാടില്ല. പിടികിട്ടിയോ? That the basic structure or basic features of the constitution cannot be amended. അപ്പോൾ പാർലമെന്റ് കൊണ്ടുവരുന്ന നിയമം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാമെന്ന് പറയുന്നതിനെ ഭേദഗതി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാലും ശരി, സുപ്രീം കോടതി ഇനി ചോദ്യം ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചാൽ പണി തീർന്നില്ലേ? അതുകൊണ്ടാണ് ഇവിടെ ഓരോരുത്തരൊക്കെ അവരുടെ രാഷ്ട്രീയ സാമുദായിക പ്രസംഗത്തിൽ പറയുന്നത് ഭരണഘടനയാണ് നടപ്പാക്കേണ്ടത്, മനുസ്മൃതിയല്ല. മനുസ്മൃതിയല്ല നടപ്പാക്കേണ്ടത്, ഭരണഘടനയാണ് എന്ന് പറയുന്നു. മനസ്സിലായോ? മനസ്സിലായി സാർ. The basic features of the constitution cannot be amended. It is an inherent and implied institute limitation on the parliament power of the constitutional amendment. പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടി അബ്സല്യൂട്ട് പവർ ഇല്ല. മനസ്സിലായോ? മനസ്സിലായി സർ. ആദ്യമോട് വായിച്ചേ. Power of amendment. Parliament's power of amendment of the constitution has been issued, vogued by controversies. The constant bone of contention has been the question as to what are the provisions of the constitution that can be amended by the procedure as laid down in Article 368. After a catena of conflicting decision and dissenting opinion, today the amending power of the Parliament stands subject to the following limitation. 1. The Constitution does not confer an absolute power of an amendment on Parliament, and the limitation of the Parliament's power of the amendment is a basic feature of the Constitution. Thus, Parliament cannot enlarge this limited power into absolute power. 2. The procedural limitation on the power of amendment is laid down in Article 368 itself. 3. Legislature power cannot encroach on judicial power, judicial review being a basic feature of the Constitution. 4. That the basic feature of the Constitution cannot be amended. It is an inherent and implied limitation on the Parliament's power of the constitutional amendment. Yes. അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇൻ നട്ട്ഷെൽ, അതല്ലേ? അതെ സാർ. യെസ്. 5 ശതമാനം വായിച്ചേ ഫസ്റ്റ് പാരഗ്രാഫ്. Constitution of India in a nutshell. The parish makes the constable, and when the constable is made, he governs the parish. John Selden. Basic of Constitution. Constitution is a complex document and not to be construed as mere law, but as the machinery by which law are made. It provides for the democratic function of the government of India. Our constitution is a written constitution. ബാക്കി വായിക്കണോ? വേണ്ട, അവിടെ ബേസിക് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇൻ എ നട്ട്ഷെൽ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഭരണഘടന ഒറ്റ നോട്ടം, നട്ട്ഷെൽ. ബേസിക് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. The parish makes the constable, and when the constable is made, he governs the parish. പാരീസ് ആണ് ആരെ ഉണ്ടാക്കിയത്? കോൺസ്റ്റബിളിനെ ഉണ്ടാക്കിയത്. പക്ഷേ കോൺസ്റ്റബിൾ ആണ് ആരെ ഭരിക്കുന്നത്? പാരീസിനെ ഭരിക്കുന്നത്. മനസ്സിലായോ? എന്തായാലും മനസ്സിലായോ? പാരീസ് ആണ് കോൺസ്റ്റബിളിനെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഒരു രാജ്യമാണ്. ആ രാജ്യമാണ് രാജാവിനെ ഉണ്ടാക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ രാജാവാണ് രാജ്യത്തിനെ നിയന്ത്രിക്കുന്നത്. മനസ്സിലായി സാർ. അതുപോലെയാണ് ഭരണഘടന എന്ന് പറഞ്ഞാൽ ഭരണഘടനയാണ് ആരെ ഉണ്ടാക്കിയത്? പാർലമെന്റിനെ ഉണ്ടാക്കിയത്. പക്ഷെ രാജ്യം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ആരാണ്? പാർലമെന്റാണ്. പാർലമെന്റാണ്. കുടി കിട്ടിയാ? മനസ്സിലായി സാർ. യെസ്.
The Constitution is a complex document and not to be construed as mere law. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു നിയമം മാത്രമല്ല, അത് വളരെ ഏതൊരു കോംപ്ലക്സ് ഡോക്യുമെൻ്റാണ്. ബട്ട് ആസ് ദ മെഷീനറി ബൈ വിച്ച് ദ ലോ ആർ മെയ്ഡ്, എല്ലാ നിയമങ്ങളും ഉണ്ടാക്കിയ നിയമം എന്ന നിലയിൽ ഭരണഘടനയ്ക്ക് ഫോർ എ ഡെമോക്രാറ്റിക് ഫങ്ഷൻ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി എന്താവശ്യമാണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനും ആണ്. മനസ്സിലായോ? മനസ്സിലായി സാർ. യെസ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. The Constitution determines the relation between various institutions and the areas of government. ഇന്ത്യയിലെ പല സ്ഥാപനങ്ങളും എങ്ങനെ പ്രവർത്തിക്കണമെന്നും ഗവൺമെൻറ്റിൻ്റെ പല സ്ഥാപനങ്ങളും എങ്ങനെ പ്രവർത്തിക്കണമെന്നും ആര് പറയുന്നു? ഭരണഘടന പറയുന്നു. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ് ആൻഡ് ജുഡീഷ്യറി. എക്സിക്യൂട്ടീവ് എങ്ങനെ പ്രവർത്തിക്കണം, ലെജിസ്ലേച്ചർ എങ്ങനെ പ്രവർത്തിക്കണം, ജുഡീഷ്യറി എങ്ങനെ പ്രവർത്തിക്കണമെന്നും പറയുന്നത് ഭരണഘടനയാണ്. സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ലോക്കൽ ഗവൺമെൻറ്. കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, ലോക്കൽ ഗവൺമെൻറ്റുകൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ആര് പറയുന്നു? ഭരണഘടന പറയുന്നു. പീപ്പിൾ ആൻഡ് ഗവൺമെൻറ്, ജനവും ഗവൺമെൻറ്റുകളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഭരണഘടന പറയുന്നു. പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇഷ്യൂസ്, സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികമായ ഇഷ്യൂ. ഇപ്പം നോക്കൂ, ഹെയർ കല്ലിടുന്നു. ഹെയർ ഒരു രാഷ്ട്രീയമുണ്ട് അല്ലേ? CPM ആണ് തീരുമാനിച്ചത്, ഞങ്ങൾ നടപ്പാക്കും. രണ്ടാമത് സോഷ്യൽ, നാട്ടുകാരുടെ അടുക്കള പൊളിച്ചാണ് കല്ലിടുന്നത്. കുടുംബം 50,000 വീടുകൾ നശിക്കപ്പെടും. 50,000 വീടെന്ന് പറഞ്ഞാൽ ഉദ്ദേശം 2 ലക്ഷം പേർക്ക് വീട് നഷ്ടപ്പെടും. എക്കണോമിക്, പൈസ ചെലവാക്കണം, ഭൂമി നഷ്ടം വരുന്നവർക്ക് പൈസ കിട്ടത്തുമില്ല. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഇഷ്യൂസിനെ കുറിച്ചും ആര് പറയുന്നു? ഭരണഘടന പറയുന്നു. മനസ്സിലായോ? മനസ്സിലായി സാർ. ആദ്യം കൂടെ വായിച്ചേ. The Constitution defines and determines the relation between A, the various institutions and the areas of government. B, executive, the legislature and the judiciary. C, central government, state government and the local governments. D, people and the government. E, political, social and economic issues. യെസ്. 5 സമയത്ത് ഇപ്പോഴാണ് ഫുഡിൻ്റെ സമയം. 7:30 സാർ. 7:30. ശരി, നമുക്ക് 7:30 വരെ അങ്ങ് പോകാം. സാർ. Ours is a longest constitution of the world. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയാണ്. ഇറ്റ് ഹാസ് 22 പാർട്സ്, 22 പാർട്ട്. 395 ആർട്ടിക്കിൾ ഒറിജിനലി, 395 ആർട്ടിക്കിൾ 1950 ടോട്ടൽ നമ്പർ ഓഫ് ആർട്ടിക്കിൾ ഈസ് 444. അത് പഠിക്കണ്ട, 395 ആർട്ടിക്കിൾ എന്ന് പഠിച്ചാൽ മതി. ഔട്ട് ഓഫ് ദീസ് ആർട്ടിക്കിൾ many contain number of exceptions and limitations and it added in 12 schedules. 12 പട്ടികയും 395 ആർട്ടിക്കിളും 22 പാർട്ടുമുള്ള ബൃഹത്തായ സംവിധാനമാണ് ഇന്ത്യയുടെ ഭരണഘടന. ഇറ്റ് ഹാസ് ഗോൺ 97 അമെൻമെൻറ്റ്. അത് തെറ്റാണ് കേട്ടോ, 97 ഒന്നുമല്ല, അതിൽ കൂടുതൽ അമെൻമെൻറ്റുകളുണ്ട്. അത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഏതാണ്ട് 104ഓളം അമെൻമെൻറ്റുകളുണ്ട് കേട്ടോ, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റുകൾ. 97 ഒന്നുമല്ല കേട്ടോ. നിങ്ങളുടെ പുസ്തകം ഇത്ര വരെയിരിക്കുന്നത് 97 എന്നാണോ? 97 തന്നെ എഴുതിയും കിടക്കണം. അതെട്ടാ കേട്ടോ. ഓക്കെ. സാർ. In our constitution, the federal system has been discussed in detail. നമ്മുടെ ഭരണഘടനയിൽ എന്തിനെ? ഫെഡറലിസത്തിനെ വളരെ വിശാലമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. It prescribes the constitution for
യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇന്ത്യൻ ഭരണഘടന യൂണിയൻ ഗവൺമെൻറ്റിനെ കുറിച്ചും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കുറിച്ചും പ്രതിപാദിച്ചിട്ടുണ്ട്. Along with the clear-cut and well-defined division of powers of union and state government and jurisdiction. അങ്ങനെ ഫെഡറേഷൻ ആണെന്ന് പറഞ്ഞാലും കേന്ദ്രത്തിന് ഏതെല്ലാം അധികാരമുണ്ടെന്നും സംസ്ഥാനത്തിന് ഏതെല്ലാം അധികാരമുണ്ടെന്നും വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അടുത്തത് the chapters like legislative relations, administrative relations, financial relations, and interstate trade and commerce discussed detailedly in the elaborate approach in these issues. ഏതൊക്കെ കാര്യങ്ങൾ? ലെജിസ്ലേറ്റീവ് റിലേഷൻ, നിയമനിർമ്മാണം തമ്മിലുള്ള ബന്ധങ്ങൾ. അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ, ഭരണപരമായ ബന്ധങ്ങൾ. ഫിനാൻഷ്യൽ റിലേഷൻ, സാമ്പത്തികപരമായ ബന്ധങ്ങൾ. ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്നിവയെക്കുറിച്ചും വളരെ എലാബറേറ്റായി എവിടെ പറഞ്ഞിട്ടുണ്ട്? ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ആരാ വായിക്കണ്ടേ? ഞാനാ സാർ. വായിക്കൂ. വായിക്കൂ. കേൾക്കുന്നില്ലല്ലോ. എങ്ങോട്ട് വായിച്ചേ? റേഞ്ച് വരുന്നോന്നാണ് വിഷയം. Ours is the longest constitution of the world. It has 22 parts with 395 original articles. Total number of articles 444. Out of these articles, many contain numbers of exceptions and limitations, and it is added in with the 12th schedules. Up to May 2012, it has gone through. In our constitution, the federal system has been discussed in detail. It prescribes the constitution for the union and the state governments, along with a clear-cut and well-defined division of the power of union and the state governments and jurisdiction on the power of the union and the state governments. Chapter like legislative relations, administrative relations, financial relations, and interstate trade and commerce discuss the details and elaborate approach to these issues. ഓക്കെ, അടുത്ത നോക്കൂ. Yes, sir. പ്രിയാമ്പിൾ. എന്താ പ്രിയാമ്പിൾ? ആമുഖം. ആമുഖം. The preamble is the basic structure of the constitution. ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ എന്താണ്? ബേസിക് സ്ട്രക്ചറാണ്. The preamble says the people are ultimate authority and constitution emerges from them. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ പറയുന്നത് ഭരണഘടന ഉണ്ടായത് ജനങ്ങളിൽ നിന്നാണ് എന്ന് മാത്രമല്ല, ജനങ്ങളാണ് ഭരണഘടന പ്രകാരം ഏറ്റവും വലിയ അധികാരികൾ എന്നും പ്രിയാമ്പിൾ പറയുന്നു. മനസ്സിലായോ? Yes, sir. In fact, യാഥാർത്ഥ്യത്തിൽ the preamble contains with the declaration that to ensure all citizens social, economic and political liberty of thought, expression, belief, faith and worship, equality of status and opportunity. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന പ്രിയാമ്പിൾ എന്തൊക്കെ പറയുന്നു? സോഷ്യൽ ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയമായ നീതി പറയുന്നു. ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ഇതിനൊക്കെ ബിലീവിനും ഫെയ്ത്തിനും വർഷിപ്പിനും ലിബർട്ടി ഓഫ് തോട്ട് എന്ന് പറയുന്നു. ലിബർട്ടി ഉണ്ടാവും. ചിന്തയ്ക്കും എക്സ്പ്രഷനും ബിലീഫിനും വർഷിപ്പിനും ലിബർട്ടി ഉണ്ടാവും. ഇക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, സ്റ്റാറ്റസിനും ഓപ്പർച്യൂണിറ്റിക്കും ഇക്വാളിറ്റി ഉണ്ടാകുമെന്നും ഇന്ത്യയുടെ പ്രിയാമ്പിൾ പറയുന്നു. അടുത്തത് the preamble emphasizes the unity of nation and it proceeds further to define the objective of Indian Republic. അതിനുശേഷം എന്ത് പറയുന്നു? the preamble emphasizes, പ്രിയാമ്പിൾ ഉറപ്പിച്ച് പറയുന്നു, എംഫസൈസ് ചെയ്യുന്നു, the unity of nation, ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ ഐക്യത്തെക്കുറിച്ച് പറയുന്നു. and proceed the definition object of Indian Republic,
ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആകുമെന്നും ആര് പറയുന്നു? പ്രിയാമ്പിൾ പറയുന്നു. The preamble has been amended once in 1976. 1976 മാത്രമാണ് ഇന്ത്യയുടെ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തത്. എന്നെന്ത് പറയുന്നു? The preamble contains a specified objective that it has a basic structure. പ്രിയാമ്പിൾ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണെന്ന് ഉറപ്പിച്ചു പറയുന്നു. The preamble may be invoked to determine the ambit of the fundamental right. ഫണ്ടമെന്റൽ റൈറ്റിന്റെ ആംബിറ്റ്, അതിൻ്റെ അളവുകോൽ തീരുമാനിക്കുന്നത് പ്രിയാമ്പിൾ നോക്കിയിട്ടാണ്. ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചും ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ചും മനസ്സിലാക്കണമെങ്കിൽ എവിടെ നോക്കണം? പ്രിയാമ്പിൾ നോക്കണം. പ്രിയാമ്പിൾ ഇങ്ങനെയാണ് ഒരു ജഡ്ജി പറഞ്ഞത്. പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ കീ, ഒരു താക്കോലാണ്, ടു ഓപ്പൺ ദ മൈൻഡ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗങ്ങളുടെ മനസ്സ് തുറന്നു കാണാൻ ഉപയോഗിക്കുന്ന താക്കോലായി താരെ കണക്കാക്കാം? പ്രിയാമ്പിളിനെ കണക്കാക്കാം. ആൻഡ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, ഇറ്റ് ഈസ് എ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ ആത്മാവാണ് പ്രിയാമ്പിൾ. ആൻഡ് സച്ച് ഈസ് ദ പ്രഷ്യസ് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ വിശുദ്ധമായ ഭാഗമാണ് പ്രിയാമ്പിൾ. Preamble says that the Constitution was adopted on the 26th November 1949. 1949 നവംബർ 26 ഭരണഘടന നിലവിൽ വന്നത് എന്ന് പ്രിയാമ്പിൾ പറയുന്നു. വിച്ച് ഈസ് ഒബ്സർവ്ഡ് ആസ് ദ ലോ ഡേ. അതുകൊണ്ട് നവംബർ 26 നമ്മൾ ലോ ഡേ എന്ന് വിളിക്കും. ദോ ഇറ്റ് കെയിം ടു ഫോഴ്സ് ഓൺ 26 ജാനുവരി 1950. 1950 ജനുവരി 26 വന്നെങ്കിലും നിയമദിവസം എന്താണ്? നവംബർ 26. മനസ്സിലായോ? മനസ്സിലായി സാർ. ഇനി ആരാ വായിക്കണ്ടേ? അന്വേഷണം വായിക്കൂ. സാർ കേക്കാമോ സാർ? ഞാൻ വായിക്കാം. Preamble. The preamble is the basic structure of the Constitution. The preamble says that the people are the unlimited authority and the Constitution emerges from them. In fact, the preamble contains with the declaration that to secure to all citizens justice, social, economic, and political liberty of thought, expression, belief, faith, and worship, equality of status and of opportunity. The preamble emphasizes the unity of nation and its proceeding further to define the objectives of the Indian Republic. The preamble has been amended once in 1976. The preamble contains a specified objective that is the basic structure. The preamble may be invoked to determine the ambit of the fundamental rights and the directive principle of the state policy. It is the soul of the Constitution and as such is the precious part of the Constitution. Preamble says that the Constitution was adopted on 26th November 1949, which is observed as the law day. Through it comes into force from 26th January 1950. മനസ്സിലായോ? മനസ്സിലായി സാർ. തൽക്കാലം നിർത്തിക്കളെ. എന്താ പറയുന്നു? ശരി സാർ. യൂണിയൻ ഓഫ് ഇന്ത്യ കൊണ്ട് താക്ക് പഠിക്കാം. ഓക്കെ സാർ. ഓക്കെ സാർ.